നമസ്കാരം. എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് അമിനോ ആസിഡ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. കാരണം അതൊരു കണ്ടിന്യൂഷൻ ആണ്. ഓരോ ക്ലാസ്സും ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവണമെങ്കിൽ പ്രീവിയസ് ക്ലാസ് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈഫ് സയൻസ് സ്ട്രീമിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഡിഗ്രി PG ലെവലിൽ പഠിക്കുന്നവരിലേക്കും മാക്സിമം ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമിനോ ആസിഡ്സിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനും കൂടി പഠിച്ചു. കുറച്ച് യൂണിറ്റ് കൺവേർഷൻസ് എല്ലാം നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അമിനോ ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ. നമ്മൾ കണ്ടു, ഒരു കൈറാൾ കാർബൺ, അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, ഹൈഡ്രജൻ ആൻഡ് സൈഡ് ചെയിൻ. ഓക്കെ, എക്സെപ്റ്റ് ഗ്ലൈസീൻ. ഓക്കെ, നമ്മൾ അത് പറഞ്ഞു. ഗ്ലൈസീനിന് മാത്രം കൈറാൾ കാർബൺ ഇല്ല. ബിക്കോസ് ഗ്ലൈസീന്റെ സൈഡ് ചെയിൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. സോ 2 ഹൈഡ്രജൻ വരുന്നതുകൊണ്ട് അതിന്റെ ആ ഗ്ലൈസീന് കൈറാൾ കാർബൺ പ്രസന്റ് അല്ല. ഓക്കെ, അപ്പോൾ മിനിമം ഒരു കൈറാൾ കാർബൺ എങ്കിലും എല്ലാ അമിനോ ആസിഡിലും പ്രസന്റ് ആയതുകൊണ്ട് 2 സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. ഓക്കെ, 2n കൊടുക്കുന്ന സമയത്ത് 2 സ്റ്റീരിയോ ഐസോമേഴ്സ് എങ്കിലും പോസിബിൾ ആണ്, ഡി ഫോം ആൻഡ് എൽ ഫോം. ഓക്കെ, ചില അമിനോ ആസിഡ്സിന്റെ സൈഡ് ചെയിനിലും കൈറാൾ കാർബൺസ് പ്രസന്റ് ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ഐസോമേഴ്സ് വിൽ ചേഞ്ച്. ഓക്കെ, ഇൻ നേച്ചർ ജനറലി L അമിനോ ആസിഡ്സ് ആർ പ്രസന്റ്, അല്ലെങ്കിൽ മോർ അബൻഡന്റ് എന്ന് പറയുന്നത് L അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, കൈറാളിറ്റി എന്ന് പറയുന്നത് ഇതാ, നമുക്കിപ്പം L ഗ്ലിസറാൾഡിഹൈഡ് ആൻഡ് D ഗ്ലിസറാൾഡിഹൈഡ്. ഓക്കെ, ഇതിന്റെ ഈ ഒരു CH2OHന്റെ പൊസിഷൻ മാത്രമാണ്, അതായത് ദേ ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, L അമിനോ ആസിഡ്സ് ആൻഡ് D amino acids. Okay, enantiomers. Mirror images എന്ന് പറയുമ്പോൾ they are enantiomers. Okay, L glyceraldehyde and D glyceraldehyde. ഇവിടെ ഈ ഒരു R ഗ്രൂപ്പിന്റെ പൊസിഷനിൽ ചേഞ്ച് വരുമ്പോഴാണ് L അമിനോ ആസിഡ് അല്ലെങ്കിൽ D അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, L സ്റ്റാൻഡ്സ് ഫോർ ലിവോ റൊട്ടേറ്ററി. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഏത് സൈഡിലേക്കാണ്, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, all amino acids found in proteins are L enantiomers. In a living system, especially in a living system, L enantiomers are more. Okay, സോ നമ്മൾ കണ്ടു അതിന്റെ ആ സ്റ്റീരിയോ സ്പെസിഫിസിറ്റി എത്രത്തോളം എൻസൈംസിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് കണ്ടു അല്ലെ. ഇപ്പം L അമിനോ ആസിഡിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന എൻസൈം D അമിനോ ആസിഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സ്പെസിഫിസിറ്റി ആണ് എൻസൈമിന്റെ യുണീക്നെസ്, അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമ്മളൊരു സിസ്റ്റത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു സ്ട്രക്ചർ സ്പെസിഫിസിറ്റി ആണ്, അല്ലെങ്കിൽ സ്പെസിഫിസിറ്റി മോർ ദാൻ സ്പെസിഫിസിറ്റി കോംപ്ലിമെന്റാരിറ്റി ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ചാർജ് കാൽക്കുലേഷൻ പറയണം. ചാർജ് കാൽക്കുലേഷൻ. ഓക്കെ, നമ്മൾ കാർബോക്സിൽ ടെർമിനൽ COO മൈനസ് എന്നും അമിനോ ഗ്രൂപ്പിനെ NH3+ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് ഫിസിയോളജിക്കൽ pH, അതായത് ഫിസിയോളജിക്കൽ pH എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ pH, ഓൾമോസ്റ്റ് ന്യൂട്രൽ pHൽ നമ്മളൊരു അമിനോ ആസിഡിന്റെ കാർബോക്സിൽ ഗ്രൂപ്പ് COO മൈനസ് ആയിട്ടും അമിനോ ഗ്രൂപ്പ് NH3+ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഓക്കെ, 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ. COOH എന്ന് പറയുന്നതും COO മൈനസ് എന്ന് പറയുന്നതും ഇതിൽ ഏതാണ് പ്രോട്ടോണേറ്റഡ്, ഏതാണ് ഡീപ്രോട്ടോണേറ്റഡ്? COOH പ്രോട്ടോണേറ്റഡും COO മൈനസ് ഡീപ്രോട്ടോണേറ്റഡ് ഫോമുമാണ്. ഓക്കെ, സോ COOHന്റെ ചാർജ് എന്താണ്? 0. ഡീപ്രോട്ടോണേറ്റഡിന്റെ ചാർജ് വന്നിട്ട് -1. അതേപോലെ തന്നെ നമ്മൾ അമിനോ ഗ്രൂപ്പിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NH3+ എന്ന് പറയുന്നത് പ്രോട്ടോണേറ്റഡും NH2 എന്ന് പറയുന്നത് ഡീപ്രോട്ടോണേറ്റഡും ആണ്. അങ്ങനെയാണെങ്കിൽ അമിനോ ഗ്രൂപ്പിന്റെ പ്രോട്ടോണേറ്റഡ് ഫോമിന്റെ ചാർജ് വന്നിട്ട് +1 ആൻഡ് അമിനോ ഗ്രൂപ്പിന്റെ ഡീപ്രോട്ടോണേറ്റഡിന്റെ ചാർജ് വന്നിട്ട്
0. ഇത് മറക്കരുത്. പ്രോട്ടോണേറ്റഡ് ആൻഡ് ഡീപ്രോട്ടോണേറ്റഡ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന കാര്യങ്ങളിലേക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിനെ നോക്കുക, അതായത് പ്രോട്ടോണേറ്റഡ് ആണോ ഡീപ്രോട്ടോണേറ്റഡ് ഫോം ആണോ എന്നുള്ളത് നമുക്കത് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ടൈട്രേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഓരോ പി എച്ചിലും അത് പ്രോട്ടോണേറ്റഡ് ആണോ ഡീപ്രോട്ടോണേറ്റഡ് ആണോ എന്നുള്ളത് അതിന്റെ കൊടുത്തിരിക്കുന്ന ഫോർമുലയിൽ കൊടുത്തിരിക്കുന്ന സൈൻ, അതിന്റെ ചാർജ് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ പ്രോട്ടോണേറ്റഡ് ആൻഡ് ഡീപ്രോട്ടോണേറ്റഡ്. ഓക്കെ, the alpha carboxyl group have a low pKa. Okay, pKa dissociation constant നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. അതായത് pKa എന്ന് പറയുന്നത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് എ പോയിന്റ് വേർ COOH ഗെറ്റ് ഡീപ്രോട്ടോണേറ്റഡ്, അല്ലെങ്കിൽ COOH-ലുള്ള H ഡിസോസിയേറ്റ് ചെയ്യുന്ന ആ ഒരു pH റേഞ്ചിനെയാണ് നമ്മൾ pKa എന്ന് പറയുന്നത്. ഓക്കെ, സോ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ pKa ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി 2 ആണ്. അതായത് ഒരു pH 2 റേഞ്ചിലൊക്കെ ആവുമ്പോഴത്തേക്കും തന്നെ കാർബോക്സിൽ ഗ്രൂപ്പ് എന്താവും, ഡീപ്രോട്ടോണേറ്റഡ് ഫോമിലേക്ക് മാറും. ഓക്കെ, COO മൈനസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എന്താണ് ഫിസിയോളജിക്കൽ pH 7 നിർത്തുന്ന സമയത്ത് ഇറ്റ് ഈസ് ഇൻ ദി ഡീപ്രോട്ടോണേറ്റഡ് ഫോം, COO മൈനസ് ആയിട്ടാണ് ഫിസിയോളജിക്കൽ pH കാണുന്നത്. എന്നാൽ അമിനോ ഗ്രൂപ്പിന്റെ pKa അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പില് അമിനോ ഗ്രൂപ്പ് NH3+ NH2 ആയിട്ട് മാറുന്നത്, ഡീപ്രോട്ടോണേഷൻ സംഭവിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 9 to 10 റേഞ്ച് വരുമ്പോഴാണ് അമിനോ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നത്. ഓക്കെ, സോ അതിന്റെ ഡീപ്രോട്ടോണേഷന്റെ പോയിന്റ് എത്തിയിട്ടില്ല, 7ലാണ് നിൽക്കുന്നത്. ഇനിയും കുറച്ചും കൂടി pH ഇൻക്രീസ് ചെയ്താലേ ഈ ഗ്രൂപ്പ് ഡീപ്രോട്ടോണേറ്റഡ് ആവുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് എപ്പോഴും അത് ഫിസിയോളജിക്കൽ pH NH3+ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് പ്രോട്ടോണേറ്റഡ് ഫോം തന്നെയാണ് കാണുന്നത്. അതിന്റെ ചാർജ് വന്നിട്ട് +1 ആണ്, NH3+. ഓക്കെ, അതിന്റെ ചാർജ് വന്നിട്ട് +1 ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, protonated and positively charged at physiological pH. ഇനി ഇവിടെ സൈഡ് ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാർജസ് ഉള്ള സൈഡ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അതിന്റെ എന്താണ് പറയാ, ഫിസിയോളജിക്കൽ pH അതിന്റെ ചാർജ് ചിലതിന്റെ, അതായത് pKa വാല്യൂ 7 കുറവാണെന്നുണ്ടെങ്കിൽ അത് ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ടും 7 മേലെയാണെന്നുണ്ടെങ്കിൽ അത് പ്രോട്ടോണേറ്റഡ് ഫോമിലായിരിക്കും ഇരിക്കുന്നത്, ഈവൻ സൈഡ് ഗ്രൂപ്പിൽ ചാർജ് ഉണ്ടെങ്കിൽ കൂടി. ഓക്കെ, at physiological pH carboxyl group is deprotonated and amino group is protonated. That means it is a neutral acid. Okay, at physiological pH amino acid, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈനസ് പ്ലസ്, ഓക്കെ, ഒരു മൈനസും പ്ലസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 0, ന്യൂട്രൽ. ഓക്കെ, സോ അറ്റ് ഫിസിയോളജിക്കൽ pH almost all amino acid neutral charge, not always എല്ലാം എന്ന് പറയുന്നില്ല, ബിക്കോസ് ചില അമിനോ ആസിഡ്സിന്റെ സൈഡ് ചെയിനിലും ചാർജ് ഉണ്ട്. ഓക്കെ, സോ ഫിസിയോളജിക്കൽ pHല് അതിന്റെ ചാർജിനെ ബേസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ആവറേജ് pKa, അതായത് COOH COO മൈനസ് ആയിട്ട്, അതായത് പ്രോട്ടോണേറ്റഡിൽ നിന്ന് ഡീപ്രോട്ടോണേറ്റഡിലേക്ക് ആവുന്ന ഒരു ആവറേജ് pH വാല്യൂ എന്ന് പറയുന്നത് 2.3 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2.3, ഇറ്റ്സ് ജസ്റ്റ് ആവറേജ്. ഓക്കെ, ഇത് ആവറേജ് pH റേഞ്ച് ആണ് പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ pKa1 എന്നാണ് പറയുന്നത്, pKa1. ഓക്കെ, കാർബോക്സിൽ ടെർമിനല് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ pKa1 എന്ന് പറയുന്നത്. അത് ആവറേജ് 2.3 ആണ്. അമിനോ ഗ്രൂപ്പ് പ്രോട്ടോണേറ്റഡ്, അതായത് NH3+ നിന്ന് NH2 ആവുന്നത്, അതായത് പ്രോട്ടോണേറ്റഡിൽ നിന്ന് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്ന pH റേഞ്ച് എന്ന് പറയുന്നത് ആവറേജ് 9.6 ആണ്. അതും ആവറേജ് വാല്യൂ ആണ് പറയുന്നത്, 9.6. ഓക്കെ, ഇതിനെയാണ് നമ്മൾ
pKa2 എന്ന് പറയുന്നത്. ഇനി ചില സൈഡ് ചെയിൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, ചില സൈഡ് ചെയിനിൽ ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ സൈഡ് ചെയിനിന്റെ ഡിസോസിയേഷൻ പോയിന്റ് അത് ചിലപ്പം 7നേക്കാളും കൂടുതലാവാം, 7നേക്കാളും കുറവാവാം, ഡിപ്പെൻഡ്, സൈഡ് ഗ്രൂപ്പിന്റെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും. എന്നിരുന്നാലും സൈഡ് ചെയിനിന്റെ ഡിസോസിയേഷൻ പോയിന്റിനെയാണ് നമ്മൾ pKa2 എന്ന് പറയുന്നത്. ഈ pKa2ന് ഒരു ആവറേജ് ചാർജ് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ചിലത് ബിഫോർ, അതായത് ലോ ദാൻ 7 ആണ്, ചിലത് ഹയർ ദാൻ 7 ആണ്, ഡിപ്പെൻഡ്സ്. ഓക്കെ, എല്ലാ അമിനോ ആസിഡിനും ഇല്ല. നമ്മൾ ഇനി ഓരോ അമിനോ ആസിഡിനെ പഠിക്കുമ്പോഴും നമുക്ക് അതിന്റെ ചാർജ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് pKa1 ആൻഡ് pKa2 ആൻഡ് pKr എന്ന് പറയുന്നത്. ഓക്കെ, pKr ഫോർ side group, sorry, pKar for side group. Okay, the side chain is chemically different in each of the amino acid. They determine the uniqueness of the 20 natural amino acids found in proteins. Amino acids in proteins almost exclusively possess an L configuration. Amino acids with D configuration can be found in microorganisms, example bacterial cell wall, and in antibiotic peptides. And in certain animals, example the frog skin peptide dermorphin. Okay, frog skin peptide dermorphin is also an example for D configuration, D amino acid. Okay, ഇനി നമുക്ക് അമിനോ ആസിഡിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. ഓക്കെ, 5 ഡിഫറെന്റ് ആയിട്ട് 1 2 3 4 5 5 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓൾ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ആർ ഗ്രൂപ്പ്, അതായത് അതിന്റെ സൈഡ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അമിനോ ആസിഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നോൺ പോളാർ ആലിഫാറ്റിക് ആർ ഗ്രൂപ്പ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആർ ഗ്രൂപ്പ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അലിഫാറ്റിക് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ സ്ട്രെയിറ്റ് ചെയിൻ ആണ്. നമ്മൾ അതിന്റെ സ്ട്രക്ചർ പറയുമ്പം സ്ട്രക്ചറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിന്റെയൊക്കെ സൈഡ് ചെയിൻസ്, സൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ചെയിൻ ആണ്, അതുകൊണ്ടാണ് അതിനെ ആലിഫാറ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണ്? ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അലാനിൻ, വാലിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, ഗ്ലൈസിൻ, മെഥിയോണിൻ, പ്രോലിൻ ആണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത്, അതായത് ഹൈഡ്രോഫോബിക്. ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് ഒരു പ്രോട്ടീന്റെ ഇന്നർ കോറിലായിരിക്കും നമുക്ക് ഈ അമിനോ ആസിഡിനെ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് വന്നിട്ട് ആരോമാറ്റിക് ആർ ഗ്രൂപ്പ്സ്. ഓക്കെ, അലിഫാറ്റിക് സ്ട്രെയിറ്റ് ആണെങ്കിൽ ആരോമാറ്റിക് എന്തായിരിക്കും? ക്ലോസ്ഡ് റിംഗ് ആയിരിക്കും. ഓക്കെ, അലിഫാറ്റിക് റിംഗ് ഉണ്ടാവും. അങ്ങനെയുള്ള ക്ലോസ്ഡ് അലിഫാറ്റിക് ആരോമാറ്റിക് റിംഗ് ഉള്ളത് ആർക്കൊക്കെയാണ്? ഫിനൈൽ അലനിൻ, ടൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, അതായത് ഓൾട്ടർനേറ്റ് പൈ ബോണ്ട് വരുന്ന റിംഗ് സ്ട്രക്ചർ ആണ് ഈ ഒരു കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ആരോമാറ്റിക് റിംഗ്സിൽ എന്താണ് പറയാ? ഓൾട്ടർനേറ്റ് പൈ ബോണ്ട് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അതിന്റെ യൂസ് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ ഒരു എൻറ്റയർ പ്രോട്ടീനിൽ അരോമാറ്റിക് പ്രോട്ടീൻസ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. തേർഡ് കാറ്റഗറി വന്നിട്ട് പോളാർ അൺചാർജ്ഡ് ആർ ഗ്രൂപ്പ്സ്. ഓക്കെ, they are polar. Polar means they will dissolve in water. Okay, serine, threonine, cysteine, asparagine and glutamine. Okay, polar groups എന്ന് പറയുന്ന സമയത്ത് they can make hydrogen bond with water. Okay, അപ്പോൾ അവരുടെയൊക്കെ സൈഡ് ചെയിനിൽ ഒന്നെങ്കിൽ OH അല്ലെങ്കിൽ NH ഉണ്ടാവും. OH അല്ലെങ്കിൽ NH ഉള്ള ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷെ they are uncharged. Okay, സൈഡ് ഗ്രൂപ്പിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. ഓക്കെ, ഇനി വരുന്ന രണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഗ്രൂപ്പിന് ചാർജ് ഉണ്ട്. ഓക്കെ, ഇതും ചാർജ് ഉള്ള ഗ്രൂപ്പാണ്, ഇതും ചാർജ് ഉള്ള ഗ്രൂപ്പാണ്. ഓക്കെ, ലൈസിൻ, ആർജിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. ഓക്കെ, ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മുടെ ഫിസിയോളജിക്കൽ pH 7 ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഫിസിയോളജിക്കൽ pH 7 ഈ ഗ്രൂപ്പ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അതെല്ലാം എന്താണ്? അത് ഇത് പ്രോട്ടോണേറ്റഡ് അല്ല, അവരെല്ലാം ഓൾറെഡി പ്രോട്ടോണേറ്റഡ്, എന്താണ്, ദേ ഓൾ ആർ ഇൻ പ്രോട്ടോണേറ്റഡ് കണ്ടീഷൻ. ഓക്കെ,
അപ്പൊ 7ലും കൂടുതൽ റേഞ്ചിലേക്ക് പി എച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ അവർ ഡീപ്രോട്ടോണേറ്റഡ് ആവുകയുള്ളൂ. അപ്പൊ 7ന് എബോവ് ഉള്ള റേഞ്ചിന് നമ്മൾ എന്താണ് പറയുക, ബേസിക് റേഞ്ച് എന്നാണ്, ബേസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് ഇവരെ നമ്മൾ ബേസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് ആർ ഗ്രൂപ്പ്സ് എന്നാണ് നമ്മൾ ലൈസിൻ, ആർജിനിൻ ആൻഡ് ഹിസ്റ്റിഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ. Then negatively charged acidic R group. Okay, aspartate and glutamate. ഇവരുടെ കേസും പറയുകയാണെങ്കിൽ ന്യൂട്രൽ പി എച്ചിൽ, അതായത് ഫിസിയോളജിക്കൽ പി എച്ചിൽ അസ്പാർട്ടേറ്റിന്റെയും ഗ്ലൂട്ടാമേറ്റിന്റെയും സൈഡ് ചെയിനിൽ നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഓക്കെ, നെഗറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഓൾറെഡി പ്രോട്ടോണേറ്റഡ്. ഓക്കെ, സോ 7ന് മുന്നേ തന്നെ അവർ പ്രോട്ടോണേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ 7നേക്കാളും താഴെയുള്ള റേഞ്ചിന് നമ്മൾ എന്താണ് പറയാ, അസിഡിക് റേഞ്ച് എന്നാണ് പറയുന്നത്. സോ ദേ ആർ അസിഡിക്. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആ ഒരു 20 എണ്ണം കൂടി എങ്ങനെ പഠിക്കും എന്നുള്ളത് വിചാരിക്കേണ്ട. 20 എണ്ണത്തിനെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ അതിന് ക്ലാസിഫിക്കേഷൻ ഉള്ളൂ. ഇതിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ഓക്കെ, 5 രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ഹൈഡ്രോഫാറ്റിക്, ഓക്കെ, സ്ട്രേറ്റ് ചെയിൻ ആണ്. അലിഫാറ്റിക്, ഹൈഡ്രോഫോബിക്. സെക്കൻഡ് കാറ്റഗറി വന്നിട്ട് അരോമാറ്റിക്, അവർക്ക് എന്താണ് ഒരു അരോമാറ്റിക് റിംഗ് ഉണ്ട്. തേർഡ് വന്നിട്ട് എന്താണ്, പോളാർ ഗ്രൂപ്പ് ആണ്. ഓക്കെ, ദേ ആർ ഹൈഡ്രോഫിലിക്. പിന്നെ അസിഡിക്കും ബേസിക്കും ആയിട്ടുള്ള 2 ഗ്രൂപ്പാണ് ഉള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് അസിഡിക്, എങ്ങനെയാണ് ബേസിക് ആയതെന്നുള്ളത് മനസ്സിലായല്ലോ. ഇതെല്ലാം വിത്ത് റെഫറൻസ് ടു ഫിസിയോളജിക്കൽ പി എച്ച് ആണ് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് നോൺ പോളാർ ആലിഫാറ്റിക് ആർ ഗ്രൂപ്പ്സ് ഓർ നോൺ പോളാർ ഹൈഡ്രോഫോബിക് ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ സിംഗിൾ ലെറ്റർ, ഇതിനൊക്കെ എല്ലാ 20 അമിനോ ആസിഡിനും സിംഗിൾ ലെറ്റർ കോഡും ഉണ്ട്, ട്രിപ്പിൾ ലെറ്റർ കോഡും ഉണ്ട്. ട്രിപ്പിൾ ലെറ്റർ പിന്നെ ഈസിയാണ്, കാരണം എന്താ വെച്ചാൽ പേര് പറയുന്ന പോലെ തന്നെ അതിന്റെ 3 ലെറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒക്കെ സിംഗിൾ ലെറ്റർ കോഡ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത് വളരെ എനിക്ക് തോന്നുന്നു ഒരു 5 എണ്ണത്തിന്റെയും നമുക്ക് എക്സ്ട്രാ ആയിട്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ. ബാക്കി എല്ലാത്തിന്റെയും തന്നെ അതിന്റെ പേര് എന്താണോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതില് ഇപ്പം ഫീനൽ അലനിൻ, തൈറോസിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോണറ്റിക് സൗണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ലെറ്ററിന് വേണ്ടിയിട്ട് അതിന്റെ ഫോണറ്റിക് സൗണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഫീനൈൽ അലനിൻ എന്ന് പറയുന്ന സമയത്ത് എഫ് സൗണ്ട് ആണ്. സോ അതിന്റെ സിംഗിൾ ലെറ്റർ കോഡ് എഫ് ആണ്. ഓക്കെ, ദെൻ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന സമയത്ത് ആദ്യമൊക്കെ തുടക്കത്തിൽ അതിനെ ട്രിപ്റ്റോഫാൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് അതിന്റെ സിംഗിൾ ലെറ്റർ കോഡ് ഡബ്ല്യു ആണ്. ഓക്കെ, ദെൻ വന്നിട്ട് ആർജിനിന്റെ എന്താണ് പറയുക, സിംഗിൾ ലെറ്റർ കോഡ് 6 ആണ്. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു 3 എണ്ണമാണ് അതിന്റെ എന്താ പറയാ ഫോണറ്റിക് സൗണ്ടിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ അതിന്റെ തന്നെ ഒറിജിനൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് അസ്പരാജിനും അസ്പാർട്ടിക് ആസിഡും ആണ്. ഓക്കെ, അസ്പരാജിൻ വന്നിട്ട് എന്നും ആസ്പാർട്ടിക് ആസിഡ് അസ്പാർട്ടേറ്റ് വന്നിട്ട് ഡിയു ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അസ്പാർട്ടിക് ആസിഡ് അല്ലെങ്കിൽ അസ്പാർട്ടേറ്റ് വന്നിട്ട് ഡി. അപ്പൊ നമ്മൾ ഇത് മാത്രമേ, ഈ ഒരു 4 എണ്ണം മാത്രമേ അല്ലെങ്കിൽ 5 എണ്ണം മാത്രമേ എക്സ്ട്രാ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ബാക്കിയൊക്കെ തന്നെ എന്താണ് പറയാ, അതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്ററും ചിലതിന്റെ ഈ 3 എണ്ണത്തിന്റെ ഫോണറ്റിക്കൽ സൗണ്ട് ആണ് എടുക്കുന്നത്. പിന്നെ ഒരു 5 എണ്ണത്തിന്റെ മാത്രമേ നമുക്ക് അല്ലാതെ പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഗ്ലൂട്ടാമിന്റെ വന്നിട്ട് ക്യൂ ആണ്. ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ് വന്നിട്ട് ഇ ആണ്. പിന്നെന്താ, ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ ഒന്ന് വന്നിട്ട് ലൈസീൻ ആണ്. ലൈസീന്റെ വന്നിട്ട് കെ ആണ്. ലൈസീൻ കെ. അപ്പൊ ഈ 1, 2, 3, 4, 5 എണ്ണത്തിന്റെ പേര് മാത്രമേ അതുമായിട്ട് കണക്റ്റഡ് അല്ലാത്തുള്ളൂ. സോ ഈ ഒരു 5 എണ്ണത്തിന്റെ മാത്രമേ നമ്മൾ എക്സ്ട്രാ എടുത്ത് പഠിക്കേണ്ടുള്ളൂ. ബാക്കി 15 എണ്ണവും പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. ഒന്നെങ്കിൽ അതിന്റെ സ്റ്റാർട്ട് ലെറ്റർ അല്ലെങ്കിൽ അതിന്റെ ഫോണറ്റിക് സൗണ്ട് വെച്ചിട്ടാണ് അത് സിംഗിൾ ലെറ്റർ നെയിമിംഗ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽസിലേക്ക് ഓരോ അമിനോ ആസിഡിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. ഇത് ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ടതല്ല, മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ്. മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ഗ്ലൈസിൻ. ഓക്കെ, ഗ്ലൈസിൻ നമ്മൾ കണ്ടു എന്താണ് കൈറാളല്ല. ഈ കാർബണിന്റെ കൈറാളിറ്റി പോവാൻ കാരണം
ഇതിന്റെ സൈഡ് ഗ്രൂപ്പ് എച്ച് ആയതുകൊണ്ടാണ്, 2 എച്ച് വരുന്നതുകൊണ്ട് ഇത് അക്കൈറാൾ ആണ്. എക്സെപ്റ്റ് ഗ്ലൈസിൻ, ഗ്ലൈസിന് മാത്രമേ കൈറാളിറ്റി ഇല്ലാത്തതുള്ളൂ. ഓക്കെ, ഓൺലി എച്ച്. ഓക്കെ, ദെൻ വന്നിട്ട് അലാനിൻ. അലാനില് മീത്തൈൽ ഗ്രൂപ്പ് ആണുള്ളത്. നമ്മൾ ആ സൈഡ് ഗ്രൂപ്പ്സിന്റെ ഒക്കെ ഒരു കോളം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് ഇത് അമിനോ ആസിഡിന്റെ കോമൺ സ്ട്രക്ചർ, അതിലേക്ക് ഒരു മീത്തൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അലാനിൻ. ഓക്കെ, ദെൻ വന്നിട്ട് പ്രോലിൻ. പ്രോലിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമ്യൂണോ ഗ്രൂപ്പ് എന്നാണ് പറയാ, ഇമ്യൂണോ ഗ്രൂപ്പ്. ഓക്കെ, പ്രോലിന്റെ ഈ ഒരു സൈഡ് ചെയിനിന് ഒരു റിംഗ് സ്ട്രക്ചർ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇത് റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ചെയിൻ അതിന്റെ തന്നെ അമിനോ ഗ്രൂപ്പ് ആയിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഈ കാർബൺ, സൈഡ് ഗ്രൂപ്പിലുള്ള കാർബൺ അതിന്റെ അമിനോ ഗ്രൂപ്പ് ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്കിതിനെ ആരോമാറ്റിക് ആയിട്ട് എന്താണ് പറയാ ഇത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പ്രോളിന്റെ ഈ സൈഡ് ചെയിനാണ് നമ്മൾ ഇമ്യൂണോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാലിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ. വാലിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കേത്തിനും ഒരു ബ്രാഞ്ചിങ് ഉണ്ട്. ഓക്കെ, ഇത് അതിന്റെ വാലൻസി അനുസരിച്ചിട്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ CH വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കാർബൺ 1 2 3 4 ഓക്കെ CH3 ഓക്കെ വാലിൻ. ഐസോല്യൂസിൻ വരുമ്പോൾ അതിന്റെ കൂടെ ഒരു CH2 വന്നു, CH3. ഐസോല്യൂസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർബണിന്റെ കൂടെ ഒരു CH3, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കാർബണും കൂടി വന്നു. ഓക്കെ, CH3H. ഇത് ഈ മൂന്നുമാണ് എന്താണ് പറയാ ബ്രാഞ്ച്ഡ് ആയിട്ട് വരുന്നത്. ബ്രാഞ്ച്ഡ് ആലിഫാറ്റിക് സൈഡ് ഉള്ളത് ഈ മൂന്നിനാണ്. ദെൻ വരുന്നത് മെത്തിയോനൈൻ. മെത്തിയോനൈനിൽ ഒരു സൾഫർ ഉണ്ട്. ഓക്കെ, സൾഫർ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ നോൺ പോളാർ അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിലും സൾഫറിലുള്ള ലോൺ പെയർ ഉള്ളത് കൊണ്ട് ചില സമയത്ത് അത് SH ബോണ്ട് ഉണ്ടാക്കാറുണ്ട്. ചില സമയത്ത് അതിനൊരു വളരെ സ്ലൈറ്റ്ലി ഒരു പൊളാരിറ്റി അതിന് വരാറുണ്ട്. ഓക്കെ, മെത്തിയോനൈൻ. ഇത്രയാണ് നമ്മളെ നോൺ പോളർ അലിഫാറ്റിക് R ഗ്രൂപ്പ് വരുന്നത്. ഹൈഡ്രോഫോബിക്. ഓക്കെ, നമ്മളിപ്പം ഇത് ജസ്റ്റ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് ഉള്ള ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ, പ്രോട്ടീന് അതിന്റെ ഐസൊലേറ്റഡ് പ്രോട്ടീൻ ഫോം ആണ് ഉള്ളത്. ഈ പ്രോട്ടീനെ നമ്മൾ അക്വ സൊല്യൂഷനിൽ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള റീജിയൻസ് എല്ലാം തന്നെ കോർ പാർട്ടിലേക്ക്, ആ പ്രോട്ടീനിന്റെ സെന്ററിൽ അറേഞ്ച് ചെയ്യുകയും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പ്രോട്ടീൻസ് എന്താണ് പറയാ ഔട്ടർ ഏരിയ ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിന് അപ്പോൾ ആ ഒരു ഹൈഡ്രോഫോബിക് ആൻഡ് ഹൈഡ്രോഫിലിക് അമിനോ ആസിഡ്സിന്റെ പ്രസൻസ് ആണ് അതിന് ഓരോ പ്രോട്ടീനും അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഷേപ്പിൽ നിൽക്കുമ്പോൾ മാത്രമേ ആ പ്രോട്ടീൻ ആക്റ്റീവ് ആവുള്ളൂ. അതിന്റെ ആക്റ്റീവ് ഫോമിലേക്ക് വരേണ്ട ആ ഫോൾഡിങ് പോസിബിൾ ആക്കുന്നത് ഈ ഒരു ഹൈഡ്രോഫോബിസിറ്റി കൂടിയാണ്. ഓക്കെ, so all hydrophobic amino acid will be in the center part of the protein. Okay, they will be always away from the water molecule. In water soluble proteins, non-polar amino acids resides mainly in the hydrophobic core. Their interactions with each other is what holds together the three-dimensional fold of the protein. Okay, it is called hydrophobic effect. In membrane bound proteins, non-polar amino acids reside on the surface where they can interact favorably with membrane lipids. Finally, non-polar interactions involving these amino acids serve as a driving force for the binding of ligands and substrates to the protein. Okay, here are some interesting facts on some of the non-polar amino acids. Okay, methionine, despite being overall non-polar, is still able to interact weakly with the polar species, such as metals. This is thanks to the non-bonding electrons of methionine sulfur atom, which are only weakly held by the nucleus. Okay. Then about glycine. Glycine, having only hydrogen as side chain, confers flexibility to the protein areas in which it is present. Proline does just opposite, confers rigidity due to its side chain being fused to the rest of the amino acid. The branched amino acid valine, leucine, isoleucine are an important source of energy in muscles
and signal cells to synthesize protein. Okay, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ആണ്. നെക്സ്റ്റ് കാറ്റഗറി വന്നിട്ട് ആരോമാറ്റിക് ആർ ഗ്രൂപ്പ്സ്, ഫിനൈൽ അലനിൻ, തൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, അതിന്റെ സിംഗിൾ ലെറ്റർ ആൻഡ് ട്രിപ്പിൾ ലെറ്റർ കോഡ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. ഫിനൈൽ അലനിൻ എഫ്, തൈറോസിൻ വൈ, ട്രിപ്റ്റോഫാൻ ഡബ്ല്യു. ഓക്കെ, ഫിനൈൽ അലനിനിൽ ഒരു ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇത് അലനിൻ. ഓക്കെ, നമ്മൾ അലനിന്റെ സ്ട്രക്ചർ കണ്ടു. എന്താണ് അതിന്റെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഈ മീഥൈൽ ഗ്രൂപ്പിന്റെ കൂടെ ഒരു ഫീനൈൽ ഗ്രൂപ്പും കൂടി ആഡ് ചെയ്തപ്പോഴത് എന്തായി? ഫീനൈൽ അലനിൻ ആയി. ഓക്കെ, അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സ്ട്രക്ചേഴ്സും ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈറോസിൻ. ഓക്കെ, ടൈറോസിനിൽ എന്താണ്? ഒരു ഫീനോൾ ഗ്രൂപ്പ് OH ഉണ്ട്. ഒരു ഫീനോൾ ഗ്രൂപ്പ്, അലാനിൻ പ്ലസ് ഫീനോൾ ഗ്രൂപ്പ് വന്നപ്പോഴത്തേക്കും അത് ടൈറോസിൻ ആയി. ദെൻ ട്രിപ്റ്റോഫാനിലുള്ളതിനെയാണ് ഇൻഡോൾ റിംഗ് എന്ന് പറയുന്നത്. ഇൻഡോൾ റിംഗ്. ഓക്കെ, ഒരു 5 റിംഗും ഇതുമാണ്. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡോൾ റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടൈറോസിനിലെയും ട്രിപ്റ്റോഫാനിലെയും ഈ ഒരു OH ഉണ്ട്, ഈ ഒരു NH ഉണ്ട്. ചില സമയത്ത് ഈ ടൈറോസിനിലെയും ട്രിപ്റ്റോഫാനിലെയും NH OH ഒക്കെ ചില സമയത്ത് ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കിപ്പോ ഒരു എൻസൈമിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ എന്താണ്? അവിടെയാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യേണ്ടത്. സോ ആ ആക്റ്റീവ് സൈറ്റിലൊക്കെ നമുക്ക് ടൈറോസിനെയും ട്രിപ്റ്റോഫാനിന്റെ പ്രസൻസ് നമുക്ക് കൂടുതലായിട്ട് കാണാം. ഓക്കെ, ടൈറോസിൻ, പിന്നെ അതേപോലെ സെറിൻ ത്രിയോനിന്റെ ഒക്കെ OH ഗ്രൂപ്പ് ഉണ്ടല്ലോ. സെറിൻ ത്രിയോനിൽ OH വരുന്നുണ്ട്, നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. ദെൻ ടൈറോസിനിലൊക്കെ OH OP ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട് ബൈ ദ ആക്ഷൻ ഓഫ് ആൻ എൻസൈം. ആ എൻസൈം ആണ് കോൾഡ് കൈനേസ്. ഓക്കെ, ഈ OHലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന എൻസൈമിനെയാണ് നമ്മൾ കൈനേസ് എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൈനേസ് എൻസൈംസിന് OHന്റെ മുകളിൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫോസ്ഫോറിലേഷൻ ആൻഡ് ഡീഫോസ്ഫോറിലേഷൻ സിഗ്നലിംഗിന്റെ ഓണ് ഓഫ് ഒക്കെ ആയിട്ടാണ് നമ്മൾ സിഗ്നലിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. ഫോസ്ഫോറിലേറ്റഡ് ആൻഡ് ഡീഫോസ്ഫോറിലേറ്റഡ് ഫോം, ചിലത് ഓൺ ആവും, ചിലത് ഓഫ് ആവും. സോ ഓവറോൾ റെഗുലേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ സിഗ്നലിംഗ് അല്ലെങ്കിൽ എൻറ്റയർ പ്രോസസ്സ്, സെൽ ഡിവിഷൻ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഫോസ്ഫോറിലേഷൻ ആൻഡ് ഡീഫോസ്ഫോറിലേഷൻ ആണ്. ഓക്കെ, അതെന്താണ്? അതത് പ്രോട്ടീനിലുള്ള ടൈറോസിൻ, സെറിൻ, ത്രിയോനിനിലൊക്കെ ഉള്ള OH ഗ്രൂപ്പിലാണ് ഈ ഒരു കൈനേസിന് ആക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ അടുത്ത ഈ ആരോമാറ്റിക് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരോമാറ്റിക് റിങ്ങില് അബ്സോർബൻസ് UV ലൈറ്റില് UV അബ്സോർബൻസ് കൂടുതലാണ്. UV അബ്സോർബൻസ്. ഓക്കെ, ബിക്കോസ് എന്താണ് പറയാ, ഓൾട്ടർനേറ്റ് പൈ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് UV അബ്സോർബൻസ് വരുന്നത്. ഓക്കെ, സോ സ്പെക്ട്രോസ്കോപ്പിയില് ഈ ഒരു എബിലിറ്റീനെ, ഈ അരോമാറ്റിക് ഗ്രൂപ്പിന്റെ എബിലിറ്റീനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ടു ഐഡന്റിഫൈ ദ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ആൻഡ് ഓൾ, വി ആർ യൂസിങ് ദിസ് പ്രോപ്പർട്ടി. ഫിനൈൽ അലനിൻ ആസ് എ ഫിനൈൽ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി ഇൻ കോൺട്രാസ്റ്റ് ടു അതർ അമിനോ ആസിഡ് ഗ്രൂപ്പ്സ്, this one is considered not according the polarity of the side chain but rather on its aromatic structure. Okay, aromatic groups contain delocalized pi electrons which can interact with the similar electrons in other aromatic groups as well as with the positively charged groups. Instead, all of these interactions are observed in proteins between aromatic side chains. The aromatic amino acids are important in forming closed scaffolds within proteins, especially binding sites for ligands and substrate.
Here are interesting facts on some aromatic amino acids. Like serine and threonine, tyrosine may also become phosphorylated on proteins involved in cellular communications. A well-known example is the membrane-bound receptors which respond to growth factors. Binding of the latter to these receptors result in their phosphorylation, which in turn conveys the signal into the cell and result in cellular division. Genetic defects that allows for hormone-independent phosphorylation of this protein often lead to cancer. The phenol group of tyrosine also participates in different mechanisms of enzymatic catalysis. Example, nucleophilic attack, acid-base catalysis, and stabilization of reaction intermediates. Okay. The indole group in tryptophan's side chain is capable of participating in different polar and non-polar, non-covalent interactions with other chemical species. Therefore, it is common in protein binding sites. Okay, it is common in protein binding sites. It also participates in enzymatic catalysis and electron transfer. Tryptophan side chain fluorescence when absorbing ultraviolet light. This allows biochemists to identify proteins or study charge changes in their structure by UV irradiation, then recording the fluorescence of their tryptophan amino acid. Okay. See, tryptophan tyrosine in the absorbance spectra ആണ് കൊടുത്തിരിക്കുന്നത്. Okay. The side chains of the aromatic amino acids, phenylalanine, tyrosine, and tryptophan, overall are very hydrophobic. Okay. The R group of tyrosine also contains a polar hydroxyl group that can participate in H bonding interactions. The R groups of tyrosine and particularly tryptophan absorb ultraviolet light in a maximum of 280 nanometer. Okay. At 280 nanometer, tryptophan and tyrosine can absorb maximum UV light. Light absorption by these amino acids is exploited in detecting and quantifying proteins in the laboratory using the technique of absorbance spectrometry. Tryptophan absorb almost 4 times as much as tyrosine. Okay, you can see that. Phenylalanine contribute very little. Okay. സോ ഇതാണ് അതായത് അരോമാറ്റിക് അമിനോ ആസിഡ്സിന്റെ അതായത് അതെങ്ങനെയാണ് നമുക്ക് ക്വാണ്ടിഫിക്കേഷന് യൂസ് ചെയ്യുന്നത് ബൈ എന്താ പറയുക യു വി സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്തിട്ട് പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ക്വാണ്ടിഫൈ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ 3 അമിനോ ആസിഡ്സിന്റെയും അരോമാറ്റിക് റിംഗ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് പോളാർ അൺചാർജ്ഡ് ആർ ഗ്രൂപ്പ്. ഓക്കെ, പോളാർ അൺചാർജ്ഡ്. ഓക്കെ, serine, threonine, cysteine, asparagine and glutamine. Okay, serine, threonine, cysteine. Okay, എല്ലാം ഇതിന്റെയൊക്കെ തന്നെ ഫസ്റ്റ് ലെറ്റർ ആണ്. സെറിൻ, ത്രിയോണിൻ, സിസ്റ്റീൻ ഒക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ asparagine and glutamine. ഓക്കെ, asparagine and glutamine എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്താ പറയാ അമൈഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, സി ഡബിൾ ബോണ്ട് ഒ NH2 ഇതിനെയാണ് നമ്മൾ അമൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ദേ ആർ ദി ഡെറിവേറ്റീവ്സ് ഓഫ് അസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, അവര് അസ്പാർട്ടേറ്റിന്റെയും ഗ്ലൂട്ടാമേറ്റിന്റെയും ഡെറിവേറ്റീവ്സ് ആണ് ആസ്പരാജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ. ഓക്കെ, അതിനെ ലൈക്ക് ആ ഒരു അമൈഡ് ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ആസ്പരാജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിന്റെ ഒക്കെ OH ഗ്രൂപ്പാണ് അതിനെ എന്താണ് പറയാ more hydrophilic ആവുന്നത്. Okay, serine and threonine have the OH group. Okay, cysteine have sulfhydryl group. Cysteine have sulfhydryl group. Okay, asparagine and glutamine have amide group. Okay, they are the derivatives of aspartate and glutamate. In protein, polar uncharged amino acids form hydrogen bonds with each other and with the proteins ligand substrate. This confers specificity to protein ligand interactions
in contrast to the hydrophobic effect, which confers stability and serves as a driving force for the interactions. Some of the polar uncharged amino acids also functions as nucleophiles in enzymatic catalyst. Okay, നമ്മൾ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്, ന്യൂക്ലിയോഫൈൽസ്, ഇലക്ട്രോഫൈൽസ് എല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. സോ ആ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ദേ ആർ, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി എങ്ങനെയാണ് അമിനോ ആസിഡ്സിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയിൽ അതിൻ്റെയൊക്കെ റോള് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, serine and threonine are often phosphorylated, okay, by the action of kinase. Okay, phosphorylated in proteins that participate in cell-cell communication. This modification is reversible and serves as a chemical signal transduction tag. The two amino acids may also function as nucleophiles in enzymatic catalysis, thanks to the hydroxyl group in their side chain. ബിക്കോസ് കൈനേസിന് OH മുകളിൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൈനേസിന് ഓക്കെ, OH മുകളിൽ മാത്രം ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒബ്വിയസ്ലി വി ഹാവ് ടു താങ്ക്സ് ടു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ ദി സൈഡ് ചെയിൻ. Serine and threonine on the surface of membrane or secreted proteins may also be glycosylated. Okay, നമ്മൾ പ്രോട്ടീൻ ടാർഗറ്റിങ്ങിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഗ്ലൈക്കോസൈലേഷൻ എന്ന് പറയുന്ന സമയത്ത് this serine and threonine are the responsible amino acids. This protects the protein and increases its water solubility. In some cases, the attached sugar groups serve also as a recognition code for other extracellular elements. Okay, നമ്മൾ പ്ലാസ്മ മെംബ്രെയിനിൽ ഗ്ലൈക്കോപ്രോട്ടീൻസ് പഠിച്ചതാണ്. ഓക്കെ, സോ ആ ഗ്ലൈക്കോപ്രോട്ടീനിൽ ആ ഗ്ലൈക്കോസൈലേഷൻ വരുന്നത് മെയിൻ ആയിട്ട് സെറിൻ, ത്രിയോനിൻ പോലെയുള്ള അമിനോ ആസിഡ്സിലാണ്. സോ ആ ഒരു പ്രോട്ടീൻ ടാർഗറ്റിംഗ് ഒക്കെ നമുക്ക് ആ റെക്കഗ്നീഷൻ ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. Then cysteine. Cysteine, despite being polar, tends to appear in core of water-soluble proteins. Under oxidizing conditions, its thiol side chain deprotonates and tends to form a covalent disulfide bond with a thiol group of a neighboring cysteine. These bonds are important for stabilizing proteins that are secreted from cells. Cysteine also serve as a nucleophile and an electron transfer agent in enzymatic catalysis. Both are the result of the non-bonding electrons of cysteine's sulfur atom, conferring it high chemical reactivity and the ability to exist in different oxidation states. The carboxamide group of glutamine and asparagine can serve as both hydrogen bond donor and acceptor. As a result, these amino acids are commonly involved in hydrogen bond networks within proteins. This group is asparagine. Asparagine is also glycosylated in membrane or secreted protein. Okay, so polar uncharged amino acids. ഇനി ഡൈസൾഫൈഡ് ബോണ്ട്. ഓക്കെ, പ്രോട്ടീന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ട ഏറ്റവും വൺ ഓഫ് ദി മെയിൻ ബോണ്ട് ഇസ് ഡൈസൾഫൈഡ് ബോണ്ട്. എങ്ങനെയാണ് രണ്ട് സിസ്റ്റീൻ തമ്മിൽ എങ്ങനെയാണ് ഈ ബോണ്ട് ഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, SH. ഈ SH അതിന്റെ റെഡ്യൂസ്ഡ് ഫോം ആണ് അല്ലെ. SH ഇസ് റെഡ്യൂസ്ഡ് ഫോം. അത് ഓക്സിഡൈസ് ചെയ്തിട്ട് SS ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി ഓക്സിഡൈസ്ഡ് ഫോം. ഓക്കെ, സോ നമ്മൾ ഓവറോൾ എല്ലാ റിയാക്ഷനിലും നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ പഠിച്ച കാര്യങ്ങളാണ് ഇത് ഇങ്ങനെയാണ് എന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ലൈഫ് സയൻസ് എന്ന് പറയുന്നത് എല്ലാം റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിനൊരു ബൈ ഹാർട്ട് സ്റ്റഡിക്ക് വലിയ സ്കോപ്പ് ഇല്ലാത്തൊരു കാര്യമാണ് ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോവുക, അതാണ് അതിന്റെ മെയിൻ കാര്യം. ഓക്കെ, രണ്ട് സിസ്റ്റീൻ മോളിക്യൂള് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഓക്സിഡൈസ്ഡ് ആവുമ്പോഴാണ് ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സിസ്റ്റൈൻ. ഓക്കെ, രണ്ട് സിസ്റ്റീൻ കൂടി ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ടാവുമ്പോൾ അതിനെ നമ്മൾ സിസ്റ്റൈൻ എന്നാണ് പറയുന്നത്.
Okay, only covalent linkage between parts of protein molecule or between two different polypeptide chains. Cysteine is readily oxidized to form a covalently linked dimeric amino acid cysteine. Okay, SH group of two cysteine residues എന്താണ് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കാറ്റഗറിയും കൂടെ ഉള്ളൂ, പോസിറ്റീവ്ലി ചാർജ്ഡും നെഗറ്റീവ്ലി ചാർജ്ഡും. ആരൊക്കെയാണ്? ലൈസീൻ, ആർജിനിൻ ആൻഡ് ഹിസ്റ്റഡീൻ. ഓക്കെ, ലൈസീൻ കെ, ആർജിനിന്റെ എന്താണ്? ആർജിനിൻ ഫോണറ്റിക് സൗണ്ട് ആണ്, സോ ഇറ്റ് ഈസ് ആർ. ഓക്കെ, ദെൻ ഹിസ്റ്റഡീൻ, ഹിസ്റ്റഡീൻ ജസ്റ്റ് എച്ച് തന്നെയാണ് വരുന്നത്. ഓക്കെ, apart from this and the plus minus sign, you can see another plus sign over here, so it is positively charged. Okay, appo endana NH3 plus ennu kaanuna samayathu protonated aano deprotonated aano? NH plus nu parnayittunengil it is deprotonated. Okay, so physiological pH il ee formula aanu nammal kaanunathu. That means ഈ ഇതിന്റെ pKa വാല്യൂ above 7 ആയിരിക്കും. ഓക്കെ, NH above 7 ആയിരിക്കും ഇതിന്റെ pKa വാല്യൂ വരുന്നത്. ഓക്കെ, ദെൻ ആർജിനിൻ, ആർജിനിലും NH2 പ്ലസ് നിങ്ങൾക്ക് N പ്ലസ്, അതായത് NH2 പ്ലസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, NH2 പ്ലസ് പ്രോട്ടോണേറ്റഡ്, NH എന്താണ്? NH പ്രോട്ടോണേറ്റഡ് ആണ്. ഓക്കെ, സോ ഫിസിയോളജിക്കൽ പി എച്ചിൽ ഈ ഒരു ഇങ്ങനെ ഫോമിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ pKa വാല്യൂ above 7 ആയിരിക്കും. അതായത് അറൌണ്ട് ഇറ്റ് ഈസ് 12.5, ഇറ്റ് ഈസ് 12.5. ഓക്കെ, ആർജിനിന്റെ pKa വാല്യൂ എന്ന് പറയുന്നത്, അതായത് സൈഡ് ചെയിനിന്റെ pKa വാല്യൂ എന്ന് പറയുന്നത് 12.5 ആണ്. ഇനി ഹിസ്റ്റഡീന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഹിസ്റ്റഡീന്റെ ഈ ഒരു റിംഗ് സ്ട്രക്ചറിനെയാണ് നമ്മൾ, അതായത് ഈ ഇമിഡസോൾ റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഹിസ്റ്റഡീനില് ഇതിൽ ആക്ച്വലി അറ്റ് ഫിസിയോളജിക്കൽ പി എച്ച് അത് അതിന്റെ അതായത് ഹിസ്റ്റഡീന്റെ pKa വാല്യൂ എന്നിട്ട് 6 ആണ്. അതായത് എന്താണ് പറയാ, ന്യൂട്രൽ പി എച്ച് എത്തുന്നതിന് മുന്നേ തന്നെ അത് ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ടുണ്ട്. സോ അറ്റ് ഫിസിയോളജിക്കൽ പി എച്ച് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ലൈസിന്റെ pKa വാല്യൂ വന്നിട്ട് 10.5 ആണ്. ഓക്കെ, സോ അറ്റ് നോർമൽ ഫിസിയോളജിക്കൽ പി എച്ച് ഇത് ഇങ്ങനെ ഇരിക്കും, ഈ പ്ലസ് സൈനിൽ ഇരിക്കും. ഓക്കെ, സോ 7 ഇൻക്രീസ് ചെയ്ത് 10.5 എത്തുമ്പോൾ മാത്രമേ ഇത് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മുടെ സൈഡ് ചെയിനിലുള്ള pKa വാല്യൂ വരുന്ന അമിനോ ആസിഡ്സ് ഈ പറയുന്ന ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡീൻ ഒക്കെ തന്നെയാണ്. ഓക്കെ, most hydrophilic R groups along with negatively charged amino acids, they have a significant positive charge at pH 7. Lysine has a secondary amino group at epsilon position. Okay, നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്ന പോലെ താഴത്തേക്ക് വരുന്ന സമയത്ത് അതിന് നമ്പറിംഗ് കൊടുക്കുമ്പം ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആൻഡ് എപ്സിലോൺ. ഓക്കെ, എപ്സിലോൺ കാർബണിലാണ് ലൈസിന്റെ അമിനോ ഗ്രൂപ്പ്. ഓക്കെ, oxidation of lysine side chain in structural proteins like collagen allows it to participate in cross-linking reactions that stabilize these proteins. Arginine has positively charged guanidino group. Okay, arginine ഈ ഗ്രൂപ്പിനെ നമ്മൾ guanidino group എന്നാണ് പറയുന്നത്. ഈ അതായത് കാർബൺ 3 അമിനോ ഗ്രൂപ്പ് ആയിട്ട്, അതിൽ ഒന്ന് കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ട് ആണ് വരുന്നത്. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ guanidino group എന്ന് പറയുന്നത്. These groups have high pKa and therefore tend to become protonated and positively charged at a physiological pH. Okay, for this reason lysine and arginine are referred to as basic. Okay, basic എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ above 7ലേക്ക് പോയി കഴിഞ്ഞാൽ അവര് എന്താണ് ഡീപ്രോട്ടോണേറ്റഡ് ആവുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് അതിനെ ബേസിക് എന്ന് പറയുന്നത്. In proteins, they tend to interact electrostatically with negatively charged groups in other amino acids or in the proteins or ligand substrate. Okay, അവരുടെ ആ ഒരു ചാർജ് ആണ് നമുക്ക് അതിന്റെ സ്പെസിഫിസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫിസിയോളജിക്കൽ റോള് വരുന്നത് അതിന്റെ നെഗറ്റിവിറ്റി ആണ്. Histidine has an imidazole group. Only amino acid with pKa near neutral, approximately 6.
and therefore has a 50-50 chance of being protonated. Okay, നമുക്കതിനെ protonated ആയിട്ടും deprotonated ആയിട്ടും എന്താണ് പറയാ കാണാൻ പറ്റും. അതായത് അപ്രോക്സിമേറ്റ്ലി നിയർ ടു 7 ആയതുകൊണ്ട്. ഓക്കെ, ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് pH ൽ വരുമ്പോൾ protonated and deprotonated ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, then next last group വരുന്നത് negatively charged acidic R groups. ഓക്കെ, ഇത് നോക്കി കഴിഞ്ഞാൽ aspartate and glutamate. ഓക്കെ, aspartate ഗ്ലൂട്ടാമേറ്റും നമ്മൾ ആസ്പരാജിന്റെയും ഗ്ലൂട്ടാമിന്റെയും, അതായത് ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ആസ്പാർട്ടേറ്റിനും ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ആസ്പാർട്ടേറ്റിനും ഗ്ലൂട്ടാമേറ്റിനും ഈ കാർബോക്സിൽ ഗ്രൂപ്പ് കൂടാതെ തന്നെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പും കൂടി ഉണ്ട്. ദാറ്റ്സ് വൈ ദേ ആർ നെഗറ്റീവ്. ഓക്കെ, ഇനി നമുക്ക് ആസ്പരാജിന്റെയും ഗ്ലൂട്ടാമിന്റെ, ഇതാണ് ആസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആസ്പരാജിൻ ആൻഡ് ഗ്ലൂട്ടാമിനേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സി ഡബിൾ ബോണ്ട് ഒ ആയിട്ട് അതിന്റെ കൂടെ ഒരു അമിനോ ഗ്രൂപ്പ്. ഓക്കെ, ഈ ഒരു അമൈഡ് ലിങ്ക് ഫോം ചെയ്യുന്നതാണ്. ആസ്പാർട്ടേറ്റിൽ നിന്ന് ആസ്പരാജിനും ഗ്ലൂട്ടാമേറ്റിൽ നിന്ന് ഗ്ലൂട്ടാമിനും ഉണ്ടാവുന്നത്. ഓക്കെ, ആസ്പരാജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ. ഓക്കെ, ആസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ്. ഓക്കെ, ഒരു അഡീഷണൽ carboxyl, second carboxyl group are present in aspartate and glutamate. Okay, അവര് COO മൈനസ് ഫോമിലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്താണ് പറയാ, അതായത് അറ്റ് ന്യൂട്രൽ pH ല് ദേ ആർ ഇൻ ദ ഡീപ്രോട്ടോണേറ്റഡ് ഫോം. ഓക്കെ, സോ അതുകൊണ്ട് അവരുടെ pKa വാല്യൂ എപ്പോഴും 7ലേക്കാളും താഴെ ആയിരിക്കും. ഓൾറെഡി ദേ ആർ ഡീപ്രോട്ടോണേറ്റഡ് ആൻഡ് ഇൻ ദ എന്താ പറയാ നെഗറ്റീവ് ചാർജ് ഫോം. ഓക്കെ, സോ അറ്റ് physiological pH both aspartate and glutamate have in the negative charge. Okay, ഇതാണ് എപ്സിലോൺ ചാർജ്. അതായത് നമ്മൾ പറഞ്ഞു ലൈസിന്റെ എപ്സിലോൺ കാർബണിലാണ് അമിനോ ഗ്രൂപ്പ് വരുന്നത്. ഇതാണ് നമ്പറിങ്. ഓക്കെ, നമ്മളെ ഫസ്റ്റ് കാർബൺ, അതായത് ആൽഫ കാർബൺ, അതായത് അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും കമ്പൈൻ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ആൽഫ ബീറ്റ, നമ്മൾ കാർബോക്സിൽ കാർബണിന് നമ്മൾ നമ്പറിങ് കൊടുക്കുക, അതായത് ആൽഫ ബീറ്റ നെയിമിങ് കൊടുക്കാറില്ല. ഓക്കെ, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആൻഡ് എപ്സിലോൺ. Aspartate and glutamate have a carboxyl group in their side chains. As explained above, this group has a low pKa and therefore tends to become deprotonated and negatively charged at physiological pH. For this reason, aspartate and glutamate are referred to as acidic in proteins. അല്ലെ, 7 pH ആവുന്നതിന് മുന്നേ തന്നെ അവര് എന്താണ് ഡീപ്രോട്ടോണേറ്റഡ് ആയി, അതായത് അസിഡിക് റീജിയനിൽ തന്നെ അവർ ഡീപ്രോട്ടോണേറ്റഡ് ആയി. ഓക്കെ, അതുകൊണ്ടാണ് അവരെ acidic amino acids എന്ന് പറയുന്നത്. In proteins, they tend to interact electrostatically with positively charged groups in other amino acids. Okay, so നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡും കണ്ടു, പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ്സും കണ്ടു. സോ അവരുടെ ചാർജ് തമ്മിലൊരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അത് ലിഗാൻഡ് സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിനും ഒക്കെ യൂസ്ഫുൾ ആണ്. കാർബോക്സിലേഷൻ ഓഫ് ഗ്ലൂട്ടാമേറ്റ് ഓൺ ഇറ്റ്സ് ഗാമ കാർബൺ allows it to bind efficiently cations such as divalent calcium. This is very useful in clotting proteins such as prothrombin, the activity of which is regulated by blood calcium levels. Okay, gamma പൊസിഷനിലുള്ള കാർബൺ, അതായത് ഗ്ലൂട്ടാമേറ്റിന്റെ ഗാമ, ആൽഫ ബീറ്റ ഗാമ, ഗ്ലൂട്ടാമേറ്റിന്റെ ഗാമ പൊസിഷനിലുള്ള കാർബണിന് എന്താണ് ഡൈവാലന്റ് അയൺസ്, അതായത് കാൽഷ്യം പോലെയുള്ള ഡൈവാലന്റ് അയൺസ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് പ്രോത്രോംബിൻ പോലെയുള്ള ക്ലോട്ടിംഗ് പ്രോട്ടീനിന്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫിസിയോളജിക്കൽ റോള് അതിന് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, കൺവെൻഷൻസ് ടു ഐഡന്റിഫൈ കാർബൺസ് ഇൻ അമിനോ ആസിഡ്സ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്പറിംഗ് കൊടുക്കുന്നത്: ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആൻഡ് എപ്സിലോൺ. ഓക്കെ, ഇത് ലൈസീൻ ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് അമിനോ ആസിഡിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചറിലേക്കൊക്കെ കടക്കണം. അതിനു മുന്നേ നമ്മൾ ഈ ഒരു പോർഷൻ നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോ.
നിങ്ങളെ പോലെയുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൾറെഡി ഡിഗ്രി അല്ലെങ്കിൽ PG ചെയ്യുന്ന സ്റ്റുഡൻസിലേക്ക് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം. നന്നായിട്ട് റിവൈസ് ചെയ്യാം. വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച്.